പറയുന്ന നമ്മുടെ അർജുൻ്റെ കുടുംബത്തിന് ഇതാ ഇപ്പം കിട്ടി, ഈ നിമിഷം കിട്ടി, പിന്നെ വണ്ടിൻ്റെ ടയർ കിട്ടി, അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണം കിട്ടി എന്നുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ട് അവരെ ശരിക്കും നമ്മുടെ മാധ്യമപ്രവർത്തകർ പറ്റിക്കുകയായിരുന്നു. ശരിക്കും ജുനൈദാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നോർത്ത് കർണാടകയിലെ അങ്കോള. അതായത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുന് വലിയൊരു മലയിടിച്ചിൽ, അതായത് നമ്മൾ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് ഈ താഴെ കാണുന്ന ഗംഗാവലി പുഴയിൽ വീണിട്ട്, അതുപോലെ അർജുൻ മാത്രമല്ല ഈ ഒരു സ്ഥലത്തുണ്ടായ ഒരു ചായക്കടയും ആ ഒരു സ്ഥലത്തുണ്ടായ ഏട്ടനും അവരുടെ വൈഫും 2 മക്കളൊക്കെ ആ ഒരു അപകടത്തിൽ മരിച്ചത് നമ്മൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ശരിക്കും ഏറ്റവും വേദനയോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടെങ്കിലും ഈ ഒരു രംഗം, ഈ ഒരു ഭാഗം കണ്ടപ്പം വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ദിവസങ്ങളോളം ന്യൂസിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഒരു ശരിക്കുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു സംഭവം, ഈ ഒരു കുന്നും പ്രദേശം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അത്യാവശ്യം വലിയൊരു ഹൈറ്റ് തന്നെയാണ് ആ ഒരു മണ്ണ്. നമുക്ക് ആ ഒരു പറഞ്ഞ ടവറും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് കാണുന്നുണ്ട്. വലിയൊരു ഹൈറ്റിൽ നിന്ന് ആ മണ്ണ് അതുപോലെ താഴേക്ക് വന്നിട്ട് ഈ കാണുന്ന 2 റോഡുണ്ട്. അതായത് ഒരു റോഡല്ല, ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ശരിക്കും 2 റോഡ് ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് 2 ലൈൻ ഈ സൈഡും അതുപോലെ 2 ലൈൻ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു വെള്ളമൊക്കെ താഴെ ചാടുന്ന കാണുന്നില്ലേ, ആ ഒരു ഭാഗത്തും കൂടി റോഡുണ്ട്. അപ്പം അത് കൂടിയുള്ള വഴി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടാണെന്നുള്ളത്. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല. ഈ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു ഫെൻസൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ മുകളിൽ നിന്നുള്ള മണ്ണ് നോക്കും, മണ്ണ് മാത്രമല്ല ആ ഭാഗത്ത് അത്യാവശ്യം വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. കണ്ടില്ല, ഈ ഒരു സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തുണ്ടായ അപകടത്തിൽ ആ മണ്ണ് അതുപോലെ മൊത്തം ഇങ്ങനെ വന്നിട്ട് ഈ കാണുന്ന സ്ഥലമൊക്കെ നീക്കിയിട്ട് താഴെ കാണുന്ന ഗംഗാവലി പുഴ, ഈ ഒരു പുഴയിലേക്ക് വീണതിൻ്റെ മണ്ണും മറ്റു അവശിഷ്ടങ്ങളും നമുക്കിപ്പം കുറച്ചും കൂടി നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം മഴ കുറഞ്ഞത് കാരണം ഈ ഒരു ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ലേശം കുറഞ്ഞു. അത്യാവശ്യം നല്ല കുഴിയുണ്ട് ഈ ഒരു ഭാഗത്ത്. നല്ലൊരു, നമ്മളിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവില്ല, നല്ല കുഴിയുണ്ട്. എന്നിട്ട് കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് കൂട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഒരു പക്ഷേ ഇതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവാം. ഈ വീഡിയോ ചെയ്യുന്നതോടുകൂടെ അവരെ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുന്നു. കാരണം ഒരുപാട് വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ്. നമ്മൾ വന്ന വഴി, അതായത് മംഗലാപുരത്ത് നിന്ന് വരുമ്പോൾ കാണുന്ന ഒരു ബ്രിഡ്ജാണ് ആ കാണുന്നത്. ആ ബ്രിഡ്ജിൽ അതങ്ങ് കറങ്ങിയിട്ട് ആ സൈഡിൽ കൂടി ഇങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരേണ്ടത്. ഇതൊക്കെ നമ്മൾ കേട്ട പ്രകാരം ആ കുന്ന് അങ്ങനെ ഇടിഞ്ഞ് താഴെ വന്നിട്ട് ഈ പുഴയിലേക്ക് അങ്ങനെ കല്ലും മണ്ണും ടവറും മരങ്ങളൊക്കെ ആയിട്ട് വീണതിൻ്റെ ഫലമായിട്ട് ആ സൈഡിൽ കാണുന്ന വീട്, കുറച്ചും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ സൈഡിലൊരു വീട് കാണുന്നില്ലേ നമ്മൾ, അപ്പോൾ ആ കാണുന്ന വീടിൻ്റെ മുറ്റം വരെ വെള്ളം കയറിപ്പോയി എന്നാണ് പറയുന്നത്. സൈഡിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ പോയിട്ടുണ്ട്. അത്രത്തോളം വെള്ളത്തിൻ്റെ പവറിൽ ആ ഭാഗത്ത് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രഷറോട് കൂടിയാണ് വെള്ളമൊക്കെ താഴെ പോയത്. പിന്നെ മുമ്പേ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് നമ്മളെ നാട്ടിലെ ചാനലുകാരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. അതായത് നല്ല AC ഒക്കെ ഇട്ട റൂമിലിരുന്നിട്ടായിട്ട് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പുത്തുമലയും കവളപ്പാറയും കണ്ടവരാണ് സർ, ഞങ്ങൾ പെട്ടിമുടി കണ്ടവരാണ് സർ, നമ്മൾ വെള്ളപ്പൊക്കം കണ്ടവരാണ്, മഹാപ്രളയം കണ്ടവരാണ് സർ, എന്നിട്ട് ഞങ്ങളൊരു സഹോദരനെ ഇതുപോലുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാമെന്ന് ഘോരം പ്രസംഗിച്ച പല മാധ്യമപ്രവർത്തകർ നമ്മൾ കണ്ടിരുന്നു. അതുകൂടാതെ ഇതിൻ്റെ പേരിൽ ഭാരത് ബെൻസിൻ്റെ പരസ്യം ചെയ്തവർ നമ്മൾ കണ്ടിരുന്നു. അത്രക്കും എന്താ പറയുക, പറയാതിരിക്കാൻ രക്ഷയില്ല. ആ രീതിയിലാണ് നമ്മളൊക്കെ മാധ്യമപ്രവർത്തകർ പ്രവർത്തിച്ചത്. പക്ഷേ മറ്റൊരു വശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അത്ര ഈസി അല്ല ഈ ഒരു ഭാഗത്തുള്ള സംഭവം. കാരണം നമ്മൾ ചാനൽ കാണുന്ന പോലെയല്ല, ഈ കാണുന്ന അതുപോലെ ഇടിഞ്ഞ് താഴെ വന്നിട്ട് ഈ ഭാഗത്തുള്ള ഗംഗാവലി പുഴ ഇപ്പം കുറച്ച് സ്ലോ ആയിട്ട് ഒഴുകുന്നുണ്ടെങ്കിലും ശക്തമായ ഒഴുക്കും ഇതിൻ്റെ അടിയിലുള്ള എത്ര താഴ്ചയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കർണാടക സർക്കാരിന് ഒരാളെ കണ്ടെത്താൻ പറ്റിയില്ല. ശരിയാണ്, അവരുടെ ഭാഗത്ത് തുടക്കത്തിൽ ചെറിയ വീഴ്ച ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ രാഷ്ട്രീയം കളിച്ചു. അവർ മറ്റൊരു സംസ്ഥാനത്തെ ആൾക്കാരെന്ന രീതിയിൽ നമ്മൾ വല്ലാത്തൊരു, എനിക്ക് സത്യം പറഞ്ഞാൽ ആ ന്യൂസൊക്കെ കണ്ടപ്പോൾ വല്ലാതൊരു അസ്വസ്ഥയാണ് ഫീൽ ചെയ്ത്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ അവർ സർക്കാർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് അങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ നമ്മൾ ദുഃഖിച്ചു. പക്ഷേ 10 ദിവസത്തോളം ഈ പറയുന്ന നമ്മുടെ അർജുൻ്റെ കുടുംബത്തിന് ഇതാ ഇപ്പം കിട്ടി, ഈ നിമിഷം കിട്ടി, പിന്നെ വണ്ടിൻ്റെ ടയർ കിട്ടി, അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണം കിട്ടി എന്നുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ട് അവരെ ശരിക്കും നമ്മുടെ മാധ്യമപ്രവർത്തകർ പറ്റിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത്ര ഈസി ഒന്നും അല്ല ഈ ഭാഗത്ത് ഒരാളെ കണ്ടെത്തൽ.
പിന്നെ കവളപ്പാറയും പെട്ടിമുടിയും ഒക്കെ കണ്ടവരാണെന്ന് പറഞ്ഞ നമുക്ക് തന്നെ ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഈ പറയുന്ന വയനാട് ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സമയത്ത് ഇനിയും നമ്മുടെ 100-ൽ കൂടുതൽ സഹോദരങ്ങൾ, ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം 100ഓളം ആൾക്കാർ, കൃത്യമായ കണക്കിന് അറിയില്ല, അവർ എവിടെയുണ്ടെന്നോ അവർക്ക് എന്ത് സംഭവിച്ചോ നമുക്കറിയില്ല. അപ്പോൾ ഒരു അപകടം വന്നപ്പം നമ്മൾ രാഷ്ട്രീയം വെച്ചിട്ടും നമ്മൾ മറ്റൊരു സംസ്ഥാനം എന്ന് വെച്ചിട്ട് അവരെ നമ്മൾ ചീത്ത പറയുകയോ തരം താഴ്ത്തുകയോ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാര്യപ്രാപ്തിയായ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിനൊരു ഫലവും. അല്ലാതെ ഇങ്ങനെ നമ്മൾ അവരെ അപമാനിച്ചുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ അറിയാം, ഇപ്പോൾ തന്നെ നമ്മുടെ വയനാട് നടന്ന ഈ ഒരു ദുരന്തത്തിൽ കർണാടക സർക്കാർ 100 വീടുകളാണ് ഓഫർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിനെ ആ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് എനിക്ക് തീരെ യോജിപ്പില്ല. പിന്നെ ഈ ഒരു ഭാഗത്തുള്ള കാഴ്ച നമ്മൾ പറയുമ്പോൾ അത്ര ഈസി അല്ല. അങ്ങേ സൈഡ് നോക്കിയാൽ കാണാം, ഈ ഒരു ഭാഗത്തൊക്കെ വലിയൊരു കുന്നും പ്രദേശമാണ് കാണുന്നുള്ളത്. അങ്ങോളം ആ സൈഡോളായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതുവരെ അതിൻ്റെ ഒരു തെളിവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടട്ടെ, ആ കുടുംബത്തിന് ഇന്നൊരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു വേളയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഏതൊരു നഷ്ടവും ആ ഒരു കുടുംബത്തിൻ്റെ നഷ്ടമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം എന്നല്ലാതെ നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ഈസി അല്ല കാര്യങ്ങൾ. അപ്പം ശരിക്കും 2 ലൈൻ ഉണ്ടായത്, അതായത് 4 വരി പാത 2 ലൈൻ ഉണ്ടായത് ഇപ്പോൾ ചുരുക്കിയിട്ട് ഒറ്റ ലൈനാക്കിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഓടുന്നുള്ളത്. ആ ഒരു ഭാഗത്ത് ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയൊന്നും ആ സൈഡിൽ പോകുന്നില്ല. അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമൊക്കെ ആ ഭാഗത്ത് കാണുന്നില്ലേ. മണ്ണിടിഞ്ഞ സൈഡിലൊക്കെ നല്ല വെള്ളം പോകുന്നു വരുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലും ഇതൊന്നു നമ്മുടെ അർജുൻ്റെ വണ്ടി ഈ ഒരു ഭാഗത്തായിരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. കുന്നിൻ്റെ നേരെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളന്ന് കണ്ടിരുന്ന ആ ഒരു ഡാബ, അതായത് നമ്മുടെ ഒരു ഹോട്ടലില്ലേ, അത് തൊട്ട് ആ സൈഡിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു മണ്ണ്, അതായത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ വീഡിയോ ലോങ് ഷൂട്ട് നമ്മൾ കാണുന്ന സമയത്ത് കുറച്ചായിട്ട് നമുക്ക് കാണുള്ളൂ. പക്ഷേ വലിയൊരു എമൗണ്ടാണ്, അതായത് വലിയൊരു കുന്ന് അതുപോലെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് വന്നതാണ്. ശരിക്കും ഇനിയും നല്ല ഭീഷണിയുണ്ട് ഈ ഭാഗത്ത്. കാരണം ഇനി ഒരുപാട് മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കുന്നേ ഇല്ല ഈ ഒരു സൈഡ്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് നമ്മൾ തിരിച്ചു പോവാണ്. പക്ഷെ ഒരുപാട് ദുഃഖത്തോടെയാണ് പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ മാത്രമല്ല, ഈ ഭാഗത്ത് ഹോട്ടൽ നടത്തിയിരുന്ന പ്രിയപ്പെട്ട ആ ചേട്ടനും ചേച്ചിയും അവരെ മക്കളൊക്കെ എല്ലാവരും പോയി. അപ്പം എന്ത് പറഞ്ഞാലും ആ ഒരു നഷ്ടം നമുക്ക് നികത്താൻ പറ്റില്ല. കുടുംബത്തിന് ഇന്നൊരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു വേളയിൽ പ്രാർത്ഥിക്കും.